ഈ ധന്യമായ നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷായ്ജാനെ കുടുംബം ദൈവം അനുഗ്രഹിക്കട്ടെ. യോഗം ലീഡ് ചെയ്യുന്ന ജോഷുവ ബ്രദർ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സന്നിധിയിലിരിക്കാൻ ദൈവം ഇടയാക്കിയത്. അപ്പം നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗങ്ങളുടെ തുറമാനമായിട്ട് നമുക്ക് ജീവിക്കാം. പഠിച്ച് ചിന്തിച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീം എ ആൻഡ് ടീം ബി അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഓർമ്മയുണ്ടോ? ടീം എ, ടീം ബി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പനും അമ്മയും എല്ലാം ടീം എ ആണ്, മക്കൾ ടീം ബി ആണ്. ശാരനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. യു ആർ ടീം ബി ആൻഡ് വി ആർ ടീം എ ആൻഡ് always we will win. Team A will win or you, because we have that divine hierarchy and authority over you. That's the basic divine authority which God given in us as parents. We are team A and you are team B, and team A will be united to win over, to gain team B for God. അതുകൊണ്ട് ആ ഒരു ടീം സ്പിരിറ്റ് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ അവിടെയാണ് പറഞ്ഞ് നിർത്തിയത്. റിബേക്ക പിന്നെ കൊണ്ടുവരുന്നു, കല്യാണം കഴിക്കുന്നു, അവർക്ക് 2 മക്കളുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുട്ടികൾ വളരുന്നു, മനുഷ്യച്ചൂടുന്നു, അല്ലെങ്കിൽ സാധാരണ ഏശാവ് വളർന്നു. അവന് മനസ്സഞ്ചാരി, യാക്കോബ് സാദുശി ഇന്നും കൂടാരവാസിയുമായിരുന്നു. ഏശാവിന്റെ വേട്ടയിറച്ചി രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസാഖ് അവനെ സ്നേഹിച്ചു എന്ന് നാം കാണും. ഇനിയും അടുത്തത് ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട് ചുവന്ന പായസം കുറെ എനിക്ക് തരണമെന്ന്, നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏതോ ചുവന്നൻ എന്ന് പേരായി. നിന്റെ 25-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള ഭാഗം, നിന്റെ ജ്യേഷ്ഠാവകാശി എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, എൻ്റെ ജ്യേഷ്ഠാവകാശി എനിക്ക് എന്തിനെന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവനോട് സത്യം ചെയ്തു. തന്റെ പായസം കൊടുത്തവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കാണും. അപ്പോൾ ഇവിടെ ഒരു ടെൻഷനാണ്. ചുമന്ന പായസം, അതാണ് നമുക്ക് കാണുക. എന്താ കണ്ടോ? അവന് ചുവന്ന പായസം കുറച്ചെനിക്ക് തരണം. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. അതായത് പഴയ നിമിത്തി ഇസ്രായേൽ പാരമ്പര്യത്തിൽ സ്വത്ത് വിഭജിക്കുന്നത് 3ആയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, സ്വത്ത് വിഭജിക്കുന്നത് എത്ര ആയിരിക്കും? 3ആയിട്ടായിരിക്കും. ഈ 3ആയിട്ട് വിഭജിക്കുന്നതിന്റെ പിന്നിലെ കാരണം, ചേട്ടന് 2 പോർഷൻ കിട്ടും, ഡബിൾ പോർഷൻ. അനിയന് 1 പോർഷനേ ഉള്ളൂ. ഇതാണ് ഇസ്രായേലിന്റെ പാരമ്പര്യം. ആ ഡബിൾ പോർഷനിലെ 1 പോർഷനൂടെ യാക്കോബിനൊപ്പം വരും. അപ്പോൾ ഏശാവിന് 1 പോർഷൻ, യാക്കോബിന് 2 പോർഷൻ കിട്ടും. ഇതാണ് ജ്യേഷ്ഠാവകാശത്തിന്റെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? ജ്യേഷ്ഠാവകാശം അങ്ങനെയാണ് വിഭജിക്കപ്പെടുക. ജ്യേഷ്ഠാവകാശം അങ്ങനെയാണ് വിഭജിക്കപ്പെടുക. അതുകൊണ്ടാണ് ജോസഫിന്റെ 2 മക്കളുണ്ട്. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാം. എബ്രഹീമിനെയും മനശ്ശെയും യാക്കോബ് തൻ്റെ മക്കളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ രൂപൻ ആദ്യജാതനായിരുന്നു. ആദ്യമായിരുന്ന രൂപൻ നമ്മൾ പഠിക്കാൻ വരും, തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കി. അവൻ അപ്പൻ്റെ കിടക്കെ അശുദ്ധമാക്കി. അപ്പം 12 മക്കളുടെ സ്വത്ത് 13ആയിട്ടാണ് വിഭജിക്കേണ്ടത്. ചേട്ടന് 2 അവകാശം. ആ 13-ൽ രൂപൻ കളഞ്ഞതാണ് ജ്യേഷ്ഠാവകാശിയില്ല. അതാണ് ജോസഫിന്റെ 2 മക്കൾക്ക് കിട്ടുന്നത്, എബ്രഹീമിനും മനശ്ശെയ്ക്കും. നമുക്കത് വരുമ്പോൾ ചിന്തിക്കാനുള്ളൂ. അവൻ ജ്യേഷ്ഠാവകാശം വിട്ടു. എന്ത് കാണിച്ചപ്പോൾ? ചുമന്ന പായസം കാണിച്ചു. ഇതെപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ മുമ്പിൽ എപ്പോഴും 2 ഓഫർ വരും. ഒന്ന്, ഈ ചുമന്ന പായസം പാനപാത്രം. 2, ക്രിസ്തു നിർത്തുന്ന തൻ്റെ പാനപാത്രം. എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കാൻ പാടാം, അത് കഷ്ടങ്ങളുടെ പാനപാത്രം. കർത്താവ് നീട്ടുന്ന ഒരു പാനപാത്രമുണ്ട്. ഈ പാനപാത്രം നമുക്ക് പാടാം, നമുക്കത് വേണ്ട. നമുക്ക് എന്ത് മതി? ചുമന്ന പാനപാത്രം മതി. അപ്പൊ എപ്പോഴും 2 സാധ്യത നമ്മുടെ മുമ്പിൽ വരും. ദൈവത്തിന്റെ പാനപാത്രം,
അത് കഷ്ടതയും സഹിഷ്ണുതയും പ്രയാസവും ദുഃഖവും നിന്നയൊക്കെയാണ്. ക്രിസ്ത്യൻ ജീവിതം അത്ര എളുപ്പമുള്ള കാര്യം. ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് വി തിങ്ക്. Christian life is very difficult. We have to face lot of tribulations, trials and temptations. പക്ഷെ ഇവിടെയാണ് നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ ചിലതിനുണ്ടോ എന്ന് പറയേണ്ടി വരും. എപ്പോഴും നമ്മുടെ മുമ്പിൽ ചുവന്ന പായസം വരും, പാനപാത്രം വരും. ചുവന്ന പായസം മാറ്റി നിർത്തുക, പാനപാത്രം സ്വീകരിക്കുക. എൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവൻ, അത് വലിയൊരു കാര്യമാണ്. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ കൂട്ടായ്മ. ചുമന്ന പായസം ജ്യേഷ്ഠാവകാശം, ഡബിൾ പോർഷൻ കളഞ്ഞു. അത് ആർക്ക് കിട്ടി? ഈ യാക്കോബിന് കിട്ടി. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം ഈ ജ്യേഷ്ഠാവകാശം ഇങ്ങനെ നഷ്ടപ്പെടുന്നത്? അതിനൊരു കാരണം കാണാം. ഈ പലപ്പോഴും അന്യനെയാണ് ദൈവം തിരഞ്ഞെടുക്കുക. അതായത് കായീനും ഹാബേലും പ്രസാദിച്ചു. മുമ്പോട്ട് വരുമ്പോൾ ഇസ്മായേലും ഇസ്ഹാക്കിനെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ഏശാവും യാക്കോബിന് അവകാശം കിട്ടുന്നു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ യാക്കോബിന്റെ മക്കൾ രൂബേന്റെ അവകാശം പോകുന്നു, ജോസഫിനത് തെരഞ്ഞെടുക്കപ്പെടും. എന്തുകൊണ്ടായിരിക്കണം? ജ്യേഷ്ഠാവകാശം. അതിനകത്തൊരു പ്രത്യേക കാര്യമുണ്ട്. ജോസഫിനകത്ത് നമുക്കത് പഠിക്കുമ്പോൾ ഇഷ്ടയുടെ അനിഷ്ടയുടെ ആദിജാതൻ, അനിഷ്ടയുടെ ആദിജാതനായിരുന്നു രൂപനാണെന്നത് വരേണ്ടത്. അത് അവിടെ നിന്ന് പോയപ്പോൾ നേരെ അത് ഇഷ്ടയുടെ ആദിജാതനി വന്നു. ഇഷ്ട റാഹേലാണ്, നമ്മൾ പഠിക്കുമ്പോൾ കാണാം. റാഹേലിന്റെ ലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ഒരു റീസൺ കാണുന്നത് ക്രിസ്തുവിനുള്ള മക്കളും ആദാമിലുള്ള മക്കളും. നമ്മളെല്ലാം ആദാമിലാണ് ജനിക്കുക. ആദാമിൽ എല്ലാവരും ത്രൂ വൺ മാൻ സിൻ ആൻഡ് ത്രൂ സിൻ ആൻഡ് ഡെത്ത് entered into the world and we all are the child of Adam by birth. ആദം നമ്മുടെ ആദ്യത്തെ മക്കളാണ്. നമ്മളെല്ലാം ആദാമിലാണ് ജനിക്കുന്നത്. ആദാമിൽ ജനിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ when we accept Christ as our personal savior, we will born in Christ. ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ അത് നമ്മുടെ അനിയനാണ്. അപ്പോഴാണ് നമുക്ക് ഈ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികളായി നമുക്ക് വരുന്നത്. അപ്പൊ നമുക്കെല്ലാം രണ്ട് ജന്മമുണ്ട്, ശ്രദ്ധിക്കണം. ഒന്ന് ആദാമിലുള്ള ജന്മം, എന്നിട്ട് നമുക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ക്രിസ്തുവിൽ ജനിക്കും. അപ്പൊ ക്രിസ്തുവിൽ ജനിക്കും നമ്മുടെ ഇളയാണ്. അപ്പൊ മൂത്തവനെ തള്ളിയിട്ട് ദൈവം ആരെ സ്വീകരിച്ചു? ഇളയവനെ സ്വീകരിച്ചു. ഇതിന്റെ ഒരു നിഴലായിരിക്കണം പഴയ നിയമത്തിൽ എപ്പോഴും ജ്യേഷ്ഠന് പകരം അനിയനെ തിരഞ്ഞെടുക്കുക. ഏകദേശം മനസ്സിലായാൻ ചിന്തിക്കുന്നു. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആദാമിൽ ജനിക്കുന്നവനൊന്നും അല്ല അനുഗ്രഹം. ആ അനുഗ്രഹം നിലനിൽക്കുന്ന അനുഗ്രഹമല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികളായി നമുക്ക് വരേണ്ടതിന് ക്രിസ്തുവിലൂടെ ത്രൂ ക്രൈസ്റ്റ് we will be blessed. അത് നമ്മളെപ്പോഴും ഓർക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ ജ്യേഷ്ഠാവകാശം ഇങ്ങനെ ആ ഒരു സംഭവം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ കാണുക. അങ്ങനെ 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. 25-ന്റെ അവസാനം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചുമന്ന പായസം സ്വീകരിക്കരുത്. പ്രലോഭനത്തിന്റെ, പൈശാചികതയുടെ, മദ്യപാനത്തിന്റെ ഒക്കെ ചുവന്ന പായസങ്ങൾ വരുമ്പോൾ തട്ടിത്തെറിപ്പിച്ചേക്കണം. ക്രിസ്തുവിന്റെ പാനപാത്രം സ്വീകരിക്കണം, അല്ലെങ്കിൽ അവകാശങ്ങൾ നഷ്ടപ്പെടും. 26-ാം അധ്യായം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ദേശത്ത് ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവ് അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവനെ പ്രത്യക്ഷത്തിൽ ചെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. എന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ആ ഇസ്ഹാക്ക് ഗെരാരിൽ പാർത്തു. ആ സ്ഥലത്ത് ജനം അവന്റെ ഭാര്യയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ സഹോദരി എന്ന് പറഞ്ഞു. റബാക്ക സൗന്ദര്യമുള്ളവരാകുകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ തന്റെ ഭാര്യ എന്ന് പറവാൻ ശങ്കിച്ചു. അവൻ അവിടെ ഏറെ കാലം പാർത്തിച്ച് ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്ക് കിളിവാതിൽ കൂടെ നോക്കി ഇസ്ഹാക്ക് തന്റെ ഭാര്യയെ കൊണ്ട് വിനോദിക്കുന്നത് കണ്ടു. അബീമേൽ ഇസ്ഹാക്കിനെ വിളിച്ചു. അവൻ നിന്റെ ഭാര്യയാണ് നിശ്ചയം. പിന്നെ എൻ്റെ സഹോദരി പറഞ്ഞ് എങ്ങനെ ചോദിച്ചു. ഇസ്ഹാക്കാണ് മരിക്കാതിരിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളോട് നീ ഞങ്ങളോട് ചെയ്തത് എൻ്റെ ജനത്തെ ആരെങ്കിലും നിന്റെ ഭാര്യ കൂടെ ചെയ്യിപ്പാനും നീ ഞങ്ങളുടെ പേര് കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകുമെന്ന് കൽപ്പിച്ചു. ഇത് കണ്ടോ, ചരിത്രം ആവർത്തിക്കുകയാണ്. അപ്പന് സാറായ എന്ന് പറഞ്ഞു, സാറ എൻ്റെ പെങ്ങളാണ്. അതേ ചരിത്രം ഇസ്ഹാക്ക് ആവർത്തിക്കുകയാണ്. ഇതെപ്പോഴും നമ്മൾ ഓർത്തോണം. ഹിസ്റ്ററി ക്യാൻ ബി റിപ്പീറ്റഡ്. അതുകൊണ്ട് മക്കൾക്ക് ആവർത്തിക്കാൻ വേണ്ടി ചരിത്രങ്ങൾ കൊടുക്കരുത്. ഞാനിപ്പോൾ വളരെ ലൈവായൊരു വിഷയം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പ്രശ്നം മകൻ അരിശം, ഭാര്യയെ ഉപദ്രവിക്കുന്നു. ഒരു കാര്യമില്ലാതെ അമ്മ പറയും അപ്പൻ ഇത് തന്നെയായിരുന്നു, അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. മക്കൾ ഇത് ആവർത്തിക്കും. ദേഷ്യം, അരിശം, ചരിത്രം ആവർത്തിക്കും. ചരിത്രങ്ങൾ ആവർത്തിക്കരുത്. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ ഞാൻ കണ്ട ഒരു പ്രശ്നം, അപ്പനെ അടക്കാത്ത അരിച്ച അങ്ങ് തുള്ളിച്ചാടുക, ഭൂകമ്പം കിട്ടിക്കും. മോൻ അതിന്റെ ബാക്കി. എന്താ കാര്യം? ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ്. ഹിസ്റ്ററി ഒരിക്കലും റിപ്പീറ്റഡ് ആകാൻ അനുവദിക്കരുത്. നമ്മൾ തിരുത്തപ്പെടേണ്ടതെല്ലാം നമ്മൾ തിരുത്തണം. അബ്രഹാം പറഞ്ഞു സാറാ ഭാര്യയാണ്, മോനും പറഞ്ഞു സാറാ പെങ്ങളാണ്, മോനും പറഞ്ഞു ഭാര്യ പെങ്ങളാണ്. ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ്. എന്തിനാ നമ്മൾ ഹിസ്റ്ററി വേണ്ടാത്ത ചരിത്രങ്ങൾ ആവർത്തിക്കാൻ ഇട്ടുകൊടുക്കരുത്. തിരുത്തപ്പെടണം. ദൈവമേ, നാളെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ തിരുത്തപ്പെടാൻ, ആവർത്തിക്കപ്പെടാൻ വേണ്ടി വേണ്ട നല്ലത് ആവർത്തിക്കട്ടെ, പാട്ട് ആവർത്തിക്കട്ടെ, കൈയടിക്കുന്ന ആവർത്തിക്കട്ടെ, പ്രവചനം ആവർത്തിക്കട്ടെ, പ്രാർത്ഥന ആവർത്തിക്കട്ടെ, ദൈവത്തിന് കൊടുക്കുന്ന ആവർത്തിക്കട്ടെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആവർത്തിക്കട്ടെ, ബഹുമാനിക്കുന്ന ആവർത്തിക്കട്ടെ, പരസ്പരം സ്നേഹിക്കുന്ന ആവർത്തിക്കട്ടെ, ഭാര്യ വീട്ടുകാരോട് ബഹുമാനത്തോട് പെരുമാറുന്ന ആവർത്തിക്കട്ടെ, ഭാര്യയെ സ്നേഹിക്കുന്നത് അത് ആവർത്തിക്കട്ടെ. അമ്മയെ തല്ലുന്നത് ആവർത്തിക്കണ്ട, അമ്മയുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുന്നത് ആവർത്തിക്കണ്ട, ദേഷ്യപ്പെടുന്നത് പിന്നെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന, ഭൂകമ്പം കൊള്ളിക്കുന്നത് പ്രവർത്തനങ്ങൾ ആവർത്തിക്കണ്ട. എന്തിന്? ആവർത്തിക്കപ്പെടരുതാത്ത ഒന്നും നമ്മുടെ വീട്ടിലേക്ക് ഇട്ടുകൊടുക്കരുത്. അബ്രഹാം സാറാ പെങ്ങളെന്ന് പറഞ്ഞു, ഇസ്ഹാക്ക് റിബേക്ക പെങ്ങളെന്ന് പറഞ്ഞു. സിമ്പിൾ. ഇന്ന് ഇസ്ഹാക്ക് ഇല്ല. ഇത് പറയുമ്പോ ഉണ്ടോ? പെങ്ങളെന്ന് പറയുമ്പോ ഇസ്ഹാക്ക് ഇല്ല. 13-ാം അധ്യായത്തിൽ സംഭവിക്കുക. 12-ാം അധ്യായത്തിൽ 21-ാമത്തെ അധ്യായത്തിലാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. പക്ഷെ 25-ാമത്തെ അധ്യായം 26-ാമത്തെ അധ്യായത്തിൽ ഇത് ഇസ്ഹാക്ക് ആവർത്തിക്കുന്നു. ഇത് നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കണം, നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കണം. എനിക്ക് പേടിയാ ഇതൊക്കെ പറയാൻ. വളരെ സൂക്ഷിക്കണം നമ്മൾ. നാളെ പിള്ളേർ പറയില്ല അച്ഛനെ കണ്ട പഠിച്ചത്, അമ്മയെ കണ്ട പഠിച്ചത്. വാക്യം, ഇസ്ഹാക്ക് ദേശത്ത് വിതച്ചു, ആയാണ്ടി 100 മേനി വിളവ് കിട്ടി. ക്ഷാമത്തിലാണ് വിതച്ചത്. 100 മേനി വിളവ് കിട്ടി. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. വേദപുസ്തകത്തിന് ആദ്യമായിട്ട് ഈ വാക്ക് വരുന്ന ഇവിടെ അടിവരയിട്ടു, അസൂയ. വേദപുസ്തകത്തിന് ആദ്യമായിട്ട് ഈ വാക്ക് വരുന്നത് അസൂയ ഉണ്ടാകാൻ കാര്യം എന്താ? ഫെലിസ്ത്യർക്ക് ഇവന് സമ്പത്തുണ്ടായി അസൂയ ഉണ്ടായി. അസൂയ. അസൂയ. ഇനി മുമ്പോട്ട് പോട്ടെ. ഇനി അസൂയ കാണുന്ന ഒത്തിരി വാക്കുകൾ വേദപുസ്തകത്തിലുണ്ട്. മുപ്പതാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 30:1. യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. ചേച്ചി പ്രസവിച്ചു, അനിയത്തി പ്രസവിച്ചില്ല. പ്രസവിക്കാത്ത അനിയത്തിക്ക് പ്രസവിച്ച ചേച്ചിയോട് കുശുമ്പ്, ചേടത്തി അനിയത്തി കുശുമ്പ്. അസൂയ. ഇനി അസൂയ. 17-ാം വാക്യം, 37:17. ജോസഫിന്റെ കാര്യമാണ്. സ്വപ്നം കണ്ടു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. കണ്ടോ? അനിയത്തിക്ക് ചേട്ടത്തിയോട് അസൂയ. കാരണം ചേട്ടത്തി പ്രസവിച്ചു, അനിയത്തി പ്രസവിച്ചില്ല.
ചേട്ടൻ ദർശനം കണ്ടു, അനിയൻ ദർശനം കണ്ടു, ചേട്ടന്മാർക്ക് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ ഭയങ്കര സംഭവമാണ്. അസൂയ ഏറ്റവും സിബ്ലിംഗ് റിവറിലി വേദോസര ആദ്യത്തെ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു പ്രോബ്ലമാണ് കായിൻ കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന സിബ്ലിംഗ് റിവറിലി. കായിൻ ഹാബിനോട് അസൂയ. ആ പദം അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അസൂയായിരുന്നു കാരണം. അപ്പം അസൂയ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്, നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫലസ്തീർക്ക് അവനോട് എന്ത് തോന്നി? അസൂയ തോന്നി. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ കൂടോത്രം ചെയ്യാന്നൊക്കെ പറയും. ഈ കൂടോത്രം ചെയ്യാൻ ഒരാളെ ഒഴുകുന്ന എന്തിനാ? അസൂയാണ്. വേറൊരു കാര്യമില്ലാതെ അസൂയ കൂടോത്രം ചെയ്യും. അവൻ നന്നാകുന്നു, കൂടോത്രം. അസൂയ ഭയങ്കര പ്രശ്നമാണ്. നല്ലപോലെ പ്രസംഗിച്ചാൽ കൂടോത്രം ഉണ്ടാകും, അതിന് ഈ അസൂയ ഉണ്ടാകും. ഞാൻ നല്ലപോലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആംപ്ലിഫയർ ചെയ്യുന്ന മൈക്ക് ഓഫ് ചെയ്യിച്ച് ഉപദേശിച്ച് എനിക്കറിയാം. ഒരു നല്ല സുഹൃത്തുക്കൾ ഒരു ബഹളവും ഒരു അസൂയ. അപ്പൊ അസൂയ വലിയൊരു ഘടകമാണ്. പാട്ടുകാർ തമ്മിൽ അസൂയ. അപ്പം അസൂയ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ഈ അസൂയ. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ഈ അസൂയ എന്ന് വിടുതൽ കിട്ടും. നമ്മുടെ നാട്ടിൽ പറച്ചിലുണ്ട്, അസൂയക്കും കഷണ്ടിക്കും എന്തില്ല, മരുന്നില്ല. അത് വലിയ സത്യമാണ് ഇതൊക്കെ. അപ്പൊ അസൂയയാണ് അസ്ഥികളെ ദ്രവിപ്പിക്കുന്നതാണ് ഈ അസൂയ. അതുകൊണ്ട് ദൈവത്തോട് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അസൂയ ഇല്ലെന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈ അസൂയ ഉണ്ടാകാതിരിക്കുക, നമുക്കിപ്പോൾ ഒരാളോട് ഇപ്പൊ എനിക്ക് ഷായിച്ചാനോട് അസൂയ ഉണ്ടാകാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. എന്നോട് ഒരാൾ പറഞ്ഞു, എടാ നിന്നോട് ഇപ്പം പലർക്കും അസൂയുണ്ട്, ഇനി അസൂയ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു വഴിക ഒന്ന് സംഭവിക്കും. ഞാൻ വെച്ചാൽ അതെന്താ കാര്യം? നീ അങ്ങ് ഉയർന്നു വലുതായിട്ടങ്ങ് ഉയരണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഹൻലാലിനോട് അസൂയുണ്ടോ? അതെനിക്കറിയാൻ വേണ്ടി വയ്ക്കുക. ആർക്കെങ്കിലും മോഹൻലാലിനോട് മമ്മൂട്ടിയുടെ അസൂയുണ്ടോ? അമിതാഭ് ബച്ചനോട് അസൂയുണ്ടോ? നമുക്ക് അസൂയ അവിടെ നമ്മുടെയൊക്കെ മേളിലാണ്. ഒന്നീ അസൂയ ഉണ്ടാകാതിരിക്കാൻ നീ അങ്ങ് അവരുടെ മേടിച്ചല്ലാണ്, അല്ലേ അങ്ങ് മുടിഞ്ഞ് ഉണ്ടക്കോലി കളിക്കണം. അപ്പം എന്നോടൊരു ഉപദേശം പറയണം, കയറി ഇന്ന് കരയണം, എൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ എല്ലാം പോയി, ഞാൻ ഏത് നിമിഷം ചത്തുപോകും, എനിക്ക് ബോൺ ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം പറയാതിരിക്കും, അവർക്ക് ഇതിനോടൊരു സഹതാപം തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ അസൂയ ഉണ്ടാകും. തമാശ പോരാന്നെങ്കിൽ പോലും സത്യമായിട്ട് തോന്നും. ഒന്നി അങ്ങ് മുടിഞ്ഞ് ഉണ്ടക്കോലി കളിക്കണം, അല്ലെങ്കിൽ അങ്ങ് ഉയരണം. ഇതിന് രണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്നവരുള്ള ഈ അസൂയ. നമ്മളൊരു തഞ്ചത്തേക്ക് നമുക്ക് ഈ വലിയ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾക്ക് അസൂയുണ്ട് ഇല്ല, പക്ഷെ നമ്മുടെ അപ്പുറത്തെ അച്ചായം പെൻസിൽ മേടിച്ച ഞാൻ ആദ്യമായിട്ടൊരു കൈനറ്റിക്ക് ഉണ്ട്. അത് നമ്മുടെ ആനന്ദിന്റെ അച്ചായൻ കുഞ്ഞവറ അച്ചായൻ എൻ്റെ അപ്പയ്ക്ക് കൊടുത്താണ്. ഈ കൈനറ്റിക്ക് ഉണ്ടായിട്ട് ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഏറ്റവും എടുത്ത് കൂട്ടുകാരൊരു കല്ലെടുത്ത് അവത്തെ ഒരു വര ചോദിച്ചു, ഇതെന്നെ പോറിനൈസേഷൻ പണി, ഇതെന്നെ പണിയാണ് കാണിച്ചേ. അതെ, കണ്ണ് കിട്ടാതിരിക്കാൻ വരച്ചാണ്. കണ്ണ് കിട്ടാതിരിക്കാൻ വരച്ചതാണോ കണ്ണ് കടി കൊണ്ട് വരച്ചാണോ? അപ്പൊ മനുഷ്യർക്കെല്ലാം ഈ കണ്ണുകടി ഉള്ളവരാണ്. പോകുമ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണാം, ഇപ്പൊ നല്ല കാറ് കിടന്ന താക്കോല് കൊണ്ടൊന്ന് വരയ്ക്കുക. പണ്ടത്തെ വലിയ ഇപ്പൊ താക്കോല് കൊണ്ടൊന്ന് വരച്ചിട്ട് പോകും. നല്ല വണ്ടിയൊക്കെ പെയിന്റ് എടുക്കും, ഒന്ന് വര. ഒറ്റക്കല അസൂയ. അപ്പൊ അസൂയ ഭയങ്കര സംഭവമാണ്. ഈ അസൂയയുടെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനെന്താണെന്നറിയാം, നമുക്ക് നമ്മളിലൊരു ബോധ്യമുണ്ട് നമ്മുടെ ഈ അസൂയ മാറ്റി. മനസ്സിലാകുന്നുണ്ടോ? അസൂയ മാറണമെങ്കിൽ നമുക്ക് നമ്മിൽ എന്തോ വരണം, ഒരു ബോധ്യം വരണം. നമുക്ക് നമ്മില് ബോധ്യം, നമുക്ക് കർത്താവിന്റെ വകയാണ്, ദൈവം എന്നെ നടത്തുന്നുണ്ടെന്ന്, എനിക്കുള്ളത് മതിയെന്ന്, അവനെ അനുഗ്രഹിച്ചോട്ടെന്ന് ഒക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ അസൂയ എന്ന് മാറണം. അപ്പൊ അസൂയ എന്ന ദുഷ്ട വികാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ക്യാൻസർ പോലുള്ള ഒരു അർബുദ വ്യാധി പോലെ സൂക്ഷിക്കപ്പെടേണ്ട ഒന്ന് കാര്യമാണ് അസൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അസൂയ ഉണ്ടാകാൻ സൂക്ഷിക്കണം. അസൂയ കോപമാകും, കോപം നാളെ നമ്മളെ കൊണ്ട് പലതും പറയിപ്പിക്കും, നമ്മളെ കൊലപാതകത്തിലേക്ക് കൊണ്ടുവരും, നമ്മളെ ആകെപ്പാടെ അസ്വസ്ഥരാക്കും, നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ ചോർത്തും. അസൂയ കണ്ടല്ലോ, ചേട്ടത്തിക്ക് അനിത്യയോട് അസൂയ, സഹോദരന്മാർക്ക് സഹോദരനോട് അസൂയ, അസൂയ അസൂയ അസൂയ. അങ്ങനെ എന്ത് ചെയ്തു? അവർക്ക് ഫലസ്തീർക്ക് അവരോട് എന്ത് തോന്നി? അസൂയ തോന്നി.
അസൂയ തോന്നി. ഇതാണ് നമ്മൾ 26-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അസൂയ തോന്നി. അസൂയ തോന്നി. എന്നാൽ ഫിലിസ്ത്യര് പിതാവിന്റെ കാലത്ത് കുഴിച്ചതും മണ്ണിട്ട് നികത്തി കളഞ്ഞതുമായ കിണറുകളെ വീണ്ടും കുഴിച്ചു. അങ്ങനെ കുഴിച്ചു വരുമ്പോൾ ഇവരെന്ത് ചെയ്തു? ഓരോ പ്രാവശ്യവും കിണർ കുഴിക്കുമ്പോൾ ശണ്ടയ്ക്ക് വന്നു. ശണ്ടയ്ക്ക് വരുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? വഴക്കിന് വന്നു, ശണ്ടയ്ക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് 26-ാം ഭാഗം 26 അവൻ ആ കിണറ്റിന് ഏശയ്ക്ക് എന്ന് പേർ വിളിച്ചു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് ശണ്ടയിട്ടത് കൊണ്ട് സിത്ന എന്ന് പേര് വിളിച്ചു. അവൻ അവിടുന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. ഇപ്പോൾ യഹോവ നമുക്ക് ഇടയുണ്ടാക്കി ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് രഹബോത്ത് ഒന്ന് പേരിട്ടു. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇസാഖൊക്കെ ഇന്ന് അബ്രഹാമിന്റെ ഇസാഖിന്റെ ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം, ശണ്ടയിട്ടു, അവൻ കുഴിച്ച കിണർ, അപ്പം കുഴിച്ച കിണർ റൈറ്റാ, പക്ഷെ വഴക്കിന് നിന്നില്ല, മാറിപ്പോയി. എല്ലാവരും വാക്കുന്ന അടിവരയിട്ടെ. ശണ്ടയിടേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു? മാറിപ്പോയപ്പോഴാണ് ദൈവം നമുക്ക് ഇടമുണ്ടാക്കി ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് രഹബോത്ത് എന്ന് പേരിട്ടു. രഹബോത്ത് എന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടിയുമായിട്ട് നിൽക്കരുത്. ഉരുളക്കുപ്പേരി മറുപടിയൊക്കെ പറയുന്നത് നല്ലതാ, പക്ഷെ വർധനം ഉണ്ടാകത്തില്ല, രഹബോത്ത് ഉണ്ടാകത്തില്ല. ചണ്ടയ്ക്ക് വന്നാൽ മിണ്ടാതെ പൊക്കോണം. ഞാനൊരു സാക്ഷിയെ ഒരിക്കൽ പറഞ്ഞത് നിങ്ങളെവിടെ നിന്ന് കേട്ട് കാണും. അതാരോ കട്ട് ചെയ്തൊക്കെ ഇട്ടായിരുന്നു. ശണ്ടയ്ക്ക് പോകുമ്പോൾ ശണ്ടയുടെ അയ്യോ, എനിക്ക് ഓർക്കാൻ വയ്യാത്തൊരു ദിവസം എൻ്റെ കൂടെ, അത് നിങ്ങൾ കേട്ട സാക്ഷിയായിരിക്കും, അന്നേരം ഒന്ന് പറയാം. എൻ്റെ കൂടെ ഒരു ശ്രീനി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, തിരുവനന്തപുരംകാരനാണ്, നല്ല കൊച്ചനാണ്. അവനൊരു ക്രൈസ്തവ ഹൈന്ദവ നായർ പശ്ചാത്തലപ്പെട്ട ഒരു കൊച്ചനാണ്. വണ്ടി ഓടിക്കാൻ വേണ്ടി വന്ന പപ്പയുടെ നല്ല കൊച്ചനായിരുന്നു. നമ്മുടെ വീടൊക്കെ ആയിട്ട് ഭയങ്കര സഹകരണമായിരുന്നു. അങ്ങനെ ശ്രീനി ഞങ്ങളുടെ കൂടെ. ഒരു ദിവസം ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, ശ്രീനിയെ ഒരു പയ്യൻ തല്ലും. നമ്മുടെ ചർച്ചയിലൊക്കെ അന്ന് ഇവിടെ വന്ന് ഞാൻ അവനെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. ഇവൻ എൻ്റെ കൂടെ കുറേ നാളുണ്ടായിരുന്നു ഈ പയ്യൻ. അവനെ വീട്ടിൽ കിടന്ന പ്രശ്നമോ കോളേജിൽ കിടന്ന പ്രശ്നമൊക്കെ ആയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞാൽ ഞാൻ അവനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ച് ഇവിടെ നിന്ന് അവൻ റാന്നി കോളേജിൽ പഠിക്കാൻ പോയി. ഞാൻ എവിടെ പോയാലും ഇവനെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോയി. ഇവൻ നല്ല ആരോഗ്യം, കൈയൊക്കെ ഇങ്ങനെ മസിലൊക്കെ പൊട്ടിച്ച് നല്ല ആരോഗ്യം, ഡമ്പിളൊക്കെ എടുക്കും. ഇവനെ ഒരു കടയിലൊക്കെ കഴിക്കാൻ കയറ്റി ഒരു 10 പെറോട്ടയും ഒരു 2 ബീഫ് ഫ്രൈയും 2 താറാമുട്ടയൊക്കെ തിന്നിട്ട് അവനെ ഇത്രയൊക്കെ ചെല്ലുമ്പോൾ അവനൊന്ന് ചിരിക്കും. ആ ചിരി കാണാൻ നല്ല രസമാണ്, നിറഞ്ഞൊരു ചിരിയാണ്. നമുക്കാണെങ്കിൽ കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് കഴിക്കണം 10 പെറോട്ട ഒക്കെ എങ്ങോട്ട് പോയി നോക്കണം. 10 പെറോട്ട, 2 ബീഫ് ഫ്രൈ, മിനിമം 2 താറാമുട്ട, ഇത്രയൊക്കെ കഴിച്ചാൽ അവൻ ചിരിക്കത്തുള്ളൂ. അതിന് ആരോഗ്യമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം ഇവരെ കഴിപ്പിക്കാം. കാരണം നമുക്ക് കഴിക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ കഴിക്കാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ മാസയോഗത്തിൻ്റെ തലേദിവസമൊക്കെ എല്ലും കപ്പയും വേവിക്കുമായിരുന്നു. മീൻ തലയും എല്ലും കപ്പയും. അപ്പോൾ ഏറ്റവും കൂടുതൽ അവസാനം മത്സരമുണ്ട്, ആളുടെ പ്ലേറ്റ് ഏറ്റവും കൂടുതൽ എല്ല് വരുന്നത്. എൻ്റെ പ്ലേറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ എല്ല് വരുന്നത്. മിച്ചം എല്ലിൻ്റെ കൂമ്പാരം പോലെ നമ്മുടെ ഇപ്പം ഡയബറ്റിക് വന്ന് കപ്പ എന്നൊക്കെ കണ്ട് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും. നോക്കിയിരുന്ന് വെള്ളം ഇറക്കും. കാർബോ തൊട്ട് പോയെങ്കിൽ പിറ്റേ ദിവസം കൂടുതലായി എന്തോ ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം ഇപ്പം കണ്ട ഒരു പ്രായം അന്ന്. അപ്പോൾ അങ്ങനെ ഇവനെയൊക്കെ കൊണ്ടാണ് പിന്നെ സന്തോഷമായിട്ട് കിടന്നത്. ഇവൻ പിന്നെ അങ്ങ് പിരിഞ്ഞു പോയിട്ട് ഇച്ചിരി ഗുണ്ടായുസമൊക്കെ പെട്ടു. ഞാൻ ഒരു വാർത്ത കേട്ടു, ഇവൻ ഈ കൊച്ചിനെ തല്ലാൻ നടക്കുക, നമ്മുടെ കൂടെ നടക്കുക. ഇവനൊരു ഗായിങ് നോക്കുകയാണ്. ഇവൻ ഇച്ചിരി ആരാൻ്റെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ അപ്പോഴോട് പറഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞത് ഇവൻ ചുമ്മാ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് പോകണം പറഞ്ഞങ്ങ് തീർത്തേക്കാം. അപ്പോൾ ഞാനിവനെ ഫോൺ ചെയ്തു, ഡവേ നീ ഇവിടെ, ഞാൻ ടൗണിലുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. അവനിങ്ങ് വന്നു. അപ്പോൾ അപ്പ ഉണ്ട്, കുറേ വർഷം മുമ്പ് പപ്പയുണ്ട്, അമ്മയുണ്ട്, എൻ്റെ കല്യാണം വൈഫുണ്ട്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, നീ വന്ന് അവനെ സെറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞ അവരൊരു സിംഗിൾ സെറ്റ് ചെയ്തിരുന്നു. നല്ല ടൈറ്റ് ജീൻസൊക്കെ ബനിയനൊക്കെ ഇട്ട് നല്ല മസിലാണ്. ഞാൻ ചോദിച്ചു, ഈ കൊച്ചനുണ്ടാ നിനക്ക് എന്നെ ഇവനോട് പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇവനോട്ട് ഞാൻ അടി കൊടുക്കും. ചോദിച്ചു എന്തിന്? അതിപ്പോൾ അവനോട്ട് ഞാൻ കൊടുത്തിരിക്കും. ഞാൻ പറഞ്ഞാ എന്തിനാ കൊടുക്കുന്നത്? അത് ഞാൻ കൊടുത്തിരിക്കും. ഞങ്ങളുടെ ശരി എന്ന് പറഞ്ഞാൽ അടി കൊടുക്കും ആദ്യം, പിന്നെ കോംപ്രമൈസ് ചെയ്യും.
പക്ഷെ ഇവരുടെ നീ ചെവിയെന്ന് വിളിക്കും, എൻ്റെ പപ്പ നിനക്കിട്ടുണ്ട്. ഞാൻ കുറെ വിടറാറ് അത് ഉണ്ട്. അവന് നീ ചെവിയെ നുള്ളിക്കോ മോനെ ദിനേശ, നിനക്കിട്ടുണ്ട്, നിനക്കിട്ടുണ്ടടാ മോനെ ദിനേശ. ഇന്നത്തെ ഒരു സിനിമ ഡയലോഗ് ഏതാണ്ട്, മോനെ ദിനേശ നിനക്കിട്ടുണ്ട്. അപ്പം ഞാനിവൻ്റെ കാലെ പിടിക്കടാ, പോട്ടേടാ നീ അങ്ങ് ക്ഷമിക്കടാ. അത് പപ്പായി നോക്കിയാൽ പറഞ്ഞടാ ഈ അപ്പായം കൊണ്ട് നടക്കുന്നതല്ലേ, ഇവനെ തല്ലിയാൽ അപ്പായം കൊണ്ട് തല്ലുന്ന പോലെ ഉള്ളൂ. ഇവൻ ഓടിച്ചെന്ന് പറഞ്ഞ അപ്പച്ചൻ എൻ്റെ അപ്പച്ചൻ, പക്ഷെ ഇവനിട്ട് ഞാൻ കൊടുക്കും, ഉണ്ട് ഇവനിട്ട് ഞാൻ കൊടുത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പം പപ്പ പുതുക്കെ ചാരുകാസാരെ എഴുന്നേറ്റിട്ട് ചാരുകാസാരയുടെ കമ്പൂരുന്നു. അത് അങ്ങനെ ഒരു സാധനമായിരുന്നു, കമ്പൂരുന്നു. ഞാൻ ചിന്ത നീ ഉണ്ടായിരിക്കും, ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പം തീർക്കാം അവൻ്റെ സോക്കേടം. ഈ കളവനാന്നേലും പുള്ളി അടിക്കും, പുള്ള കൈക്ക് നല്ല പിന്നെ മിലിറ്ററി കയ്യാണ്. അപ്പം ഞാൻ പപ്പ പുതുക്കെ ചാരുകാസാരയുടെ കമ്പൂരാനുള്ള പ്ലാനാണ്, ഇവരിട്ടൊന്നും കൊടുത്തേക്കാം, എന്നാൽ ഇവന് ഒതുക്ക് ചിറത്തി കൊടുത്താലും ശരിയാത്ര വേറെ കാര്യം. ഞാൻ പറഞ്ഞു മിണ്ടരുത്, ഓനങ്ങ തൊട്ടിരുന്നോളം ഞാൻ തീർക്കാം, അട്ടിപ്പിട്ടിയൊന്നൊക്കെ തീർക്കാം. കാരണം ഇതിൻ്റെ ഇവനെ അടിച്ചാൽ ഇനി ഞാൻ അതിൻ്റെ പുറകെ പോയി ക്ഷമ പറയും. പിന്നെ അവസാനം നമുക്കാണ് ഈ ക്ഷമ പറഞ്ഞാലും കാലം പിടിക്കും. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുക. ഇപ്പോൾ ഒരു എങ്ങാണ്ട് ഒരു ചെറുക്കന് വഴക്കുണ്ടാക്കിയിട്ടിരിക്കുക, ഭാര്യ വീട്ടുകാർ വന്ന് അവരുടെ വീട്ടിലാണ്ട് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അയൽവക്കക്കാർ 25 വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അവൻ്റെ ഡിമാൻഡ് 25 വീട്ടിലും അവൻ്റെ അപ്പനും അമ്മയും കൂടെ കയറി ക്ഷമ പറയണം. എന്നാൽ ഞാൻ അവരൊക്കെ ഇനി ഞാൻ നാളെ രാവിലെ പോവാം, ആ 25 വീട് കാണിച്ചാൽ ഞാൻ ക്ഷമ പറയാം. നമുക്ക് വരുന്ന കുരിമാലം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു പോട്ടെന്നെങ്കിലും ഇനി 25 വീട്ടിൽ പോകണം. ഇവിടൊന്നും അല്ല, അങ്ങ് ഗോതമംഗലത്തിനപ്പുറത്തെങ്ങാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നീ കാണിച്ച അവരെ കൊണ്ട് ഞാൻ പോവാം. ഇനി അവരോട് ക്ഷമ പറഞ്ഞാൽ അവർക്ക് ഈഗോ ഇല്ല, അവർ വരും. രാവിലെ കാലം പിടിക്കണം, എന്തായാലും ഇങ്ങനെങ്കിലും ഒപ്പിക്കണം, എവിടെങ്കിലും കൊണ്ട് കെട്ടും. നമ്മൾ ഇന്നൊന്നും ഇടരുത്, യൂട്യൂബിൽ ഇടരുത്, സംഭവം കുളമാവും. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ വന്ന് എൻ്റെ പൊന്ന് പ്രിയരെ. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞിട്ടാ നീ അങ്ങ് ക്ഷമിക്കുക. അപ്പായെ ഞാനിവിടെ പിടിച്ചിരുത്തി, എടാ ക്ഷമിക്കടാ ക്ഷമിക്കുക. എവിടെ കേൾക്കാൻ, ഇവനിങ്ങനെ അങ്ങ് ബില്ലിക്കുക, അടി കൊടുക്കുന്നുണ്ട്. എൻ്റെ അവസാനത്തെ ക്ഷമയുടെ നെല്ലിപ്പലയും പോയി. ഇവനിങ്ങനെ സിംഗിൾ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചെന്ന് ഇവൻ്റെ കാലിലോട്ട് അങ്ങ് വീണു. ഞാൻ സത്യത്തിൽ നേരത്തെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ ആ പ്രായത്തിൽ ഇവൻ്റെ പ്രായമുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു, 19 വയസ്സ് തൊട്ടു. 10-24 വയസ്സ് 20 വയസ്സിൽ പെണ്ണ് കെട്ടിയായിരുന്നേ അന്നേരം ഇവൻ്റെ പ്രായമുള്ള ഒരു കൊച്ചു കണ്ടേ. അവൻ്റെ കാലിലോട്ട് ഞാനങ്ങ് വീണു. ഞാൻ പറഞ്ഞു നീ ഈ വിഷയം വിട്ടെന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ എഴുന്നേക്കത്തിനുള്ള. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, 20 മിനിറ്റ് ഇവനെന്നെ കാലേ കിടത്തി. 20 മിനിറ്റ് ഇവൻ്റെ കാലേ കിടത്തി. ഇവൻ 2 തൊട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കി, ഞാൻ എൻ്റെ കാലിൽ നിന്ന് വിട്ടില്ല, അവിടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ കുറേ ജെയിംസ് കുറിയാക്കോസ് പാസ്റ്ററും കുറച്ച് പേരും കൂടെ അന്നേരം മുറ്റത്ത് വന്ന് നിൽപ്പുണ്ട്. ഇവരെല്ലാം ഇത് കണ്ടോണ്ട് നിൽക്കുക. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. എൻ്റെ അമ്മ പറഞ്ഞാൽ മുടിഞ്ഞു ചെറുക്കുക, നീ അങ്ങ് പറ, ക്ഷമിച്ചെന്ന് വിട്ട് കളഞ്ഞെന്ന് പറ, എൻ്റെ ചെറുക്കൻ ചത്തുപോകും. എൻ്റെ ഭാര്യ അമ്മ അപ്പുറത്തും ഇപ്പുറത്തും ഇന്ന് കരഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു സത്യമാണോ? സത്യം. ഞാൻ ആ കിടക്കുന്ന എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ചെറിയാൻ ഭാഷ അവൻ നോക്കിയപ്പോൾ ഞാൻ ഇവൻ്റെ കാലേ കിടക്കുക. ചെറിയാൻ കഥ കൊണ്ട് വലിച്ചടച്ചിട്ട് ഇവൻ്റെ നേരെ ഒരു ചാട്ടം, നീ എൻ്റെ അച്ഛനെ കാലേ കിടത്തിയോടാ, നീ എന്നാ അടിക്കടാ, നീ ഞാൻ കാണിക്കടാ, ഞങ്ങളെ കാണിക്കടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്നേഹവും കാണിച്ചു. അതുകൊണ്ട് ഇവൻ പറഞ്ഞു ചെറിയാനെ നിനക്കിട്ടുണ്ട്, നീ വിളിക്കുമോ, നിനക്കിട്ടുണ്ട്. വീണ്ടും കിടന്നു ചെറിയാനെ അടിക്കാതിരിക്കുക. എല്ലാം കൂടെ 10-25 മിനിറ്റ്. ഇപ്പം നോക്കുമ്പോൾ നല്ല ചിരിയാ. 10-25 മിനിറ്റ് ഒരു ചെറുക്കൻ്റെ കാലേ കിടക്കുക. ഉണ്ടിയില്ല, ചണ്ട ഉണ്ടാക്കണ്ട, പോട്ടെ, സഭയല്ലേ, നമ്മൾ വേണ്ട കിടക്കുക. എഴുന്നേറ്റപ്പം വേറൊരു പുലിമാരൻ, അത് അതിനും വലിയ തല. അയ്യോ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, പിറ്റേ ദിവസം എനിക്കൊരു വിസ കിട്ടി ദോഹയ്ക്ക് പോകാൻ. അന്ന് തുടങ്ങി വിദേശയാത്രയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിദേശ യാത്രയ്ക്ക് പോകാൻ എനിക്ക് വിസ കിട്ടുന്നത് ഇവൻ്റെ കാലിൽ എഴുന്നേറ്റപ്പോൾ. ചണ്ടയിടുന്നാന്ന് വെച്ചുകൊണ്ട് കിടന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞ് ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് രഹോബോത്ത് വെളിപ്പെട്ടു. 20 മിനിറ്റ് അവൻ്റെ കാലേ കിടന്നപ്പോൾ എനിക്കൊരു രഹബത്തുണ്ടായി. ആ രഹബത്ത് കൊണ്ട് ഞാൻ എന്തുമാത്രം യാത്ര ചെയ്തു. എൻ്റെ തുടക്കം ആ രാത്രിയാണ്. വഴക്കുണ്ടാക്കാം, നീ എന്നാ കാണിച്ചോളാം, പറയാം, എന്നാ അടിക്കടി അവനെന്താ കാണിക്കും, അല്ലെങ്കിൽ പറയാം. പക്ഷേ രഹബത്ത് ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, രഹബത്ത് വേണോ? രഹബത്ത് വേണോ? രഹബത്ത് വേണമെങ്കിൽ മാറിപ്പോണം. ഷണ്ടിടല്ലേ.
സ്വത്രം സ്വത്രം. എത്ര പേര് ദൈവത്തിൽ പറയും, എനിക്ക് രഹബോത്ത് വേണം, എനിക്ക് എന്ത് വേണ്ട, എനിക്ക് ഷണ്ട വേണ്ട. അങ്ങനെ ഇസ്ഹാക്ക് ആ ദേശത്ത് മാറിപ്പോയി. നിങ്ങൾ ആ അടിവര ഒന്നിടണേ, മാറിപ്പോയി. മറ്റൊരു കിണർ, അർത്ഥം വഴക്കുണ്ടാക്കാൻ മാറിപ്പോയി. ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കും, മാറിപ്പോയേക്കണം. തിരിച്ചു പറയാൻ നിൽക്കരുത്, ശണ്ട ഉണ്ടാക്കരുത്. റൈറ്റ് നമ്മുടെ ഭാഗത്തായിരിക്കാം, ആയിക്കോട്ടെ. ഇവിടെ ഇസ്ഹാക്കിന്റെ ഭാഗത്താണ് റൈറ്റ്. അതുകൊണ്ട് ഇന്നും ദൈവം പറയുന്നു, നീ എൻ്റെ ദൈവമാണ്. I am your God. And God is known among others on the basis of Isaac, Abraham and Jacob. I am the Lord of Abraham, Isaac and Jacob. Why God wants to be known in the name of Abraham, Isaac and Jacob even till today? There is a reason behind that. അവൻ മാറിപ്പോയി. He moved from there and dug another well, and they did not quarrel over it, and so he called its name Rehoboth, saying, for now the Lord has made room for us, and we shall be fruitful in the land. Hallelujah. അങ്ങനെ അവർ ബേർശേബയ്ക്ക് പോയി. അന്ന് ദൈവം അവന് പ്രത്യക്ഷനായി. നിങ്ങൾ കണ്ടോ, അവൻ മാറിപ്പോയി കണ്ടു കുടിച്ചപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അളിച്ചത്. അവനൊരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തെ ആരാധിച്ചു, അവിടെ തന്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസ്ഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. കണ്ടോ, അവിടെയും ഒരു കിണർ കുഴിച്ചു. മാറിപ്പോയപ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ പേടിച്ചോടുകയല്ല, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെ. എത്ര പെരുവരയ്ക്കും ശണ്ട ഇടുമ്പോൾ മാറിപ്പോവുക. ഒന്നാമത്തെ കാര്യം, ചരിത്രങ്ങൾ ആവർത്തിക്കരുത്, ആവർത്തിക്കാതിരുന്ന ചരിത്രങ്ങൾ കൊടുക്കരുത് പഠിപ്പിച്ചു ഇസഹാക്ക്. ഭാര്യ പെങ്ങളെന്ന് പറഞ്ഞു, അതേ കാര്യം അപ്പൻ ആവർത്തിച്ചു, ചരിത്രം ആവർത്തിച്ചു. We have to be careful. History can be repeated. രണ്ടാമത്തെ കാര്യം, ഷണ്ടയുടെ സ്ഥാനം വരുമ്പോൾ മാറിപ്പോവുക. വഴക്കിൽ നിൽക്കരുത്, മറുപടി പറയരുത്. ചില സമയത്ത് ക്ലാരിഫിക്കേഷൻസ് പോലും വേണ്ട. ഇതുകൊണ്ട് എന്താ ഗുണം? ഇസാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദോഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. 28-ാം വാക്യം, അബീമേലെക്ക് എൻ്റെ സ്നേഹിതന്മാരുമായിട്ട് അയക്കുകയാണ്. അതിനവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അടിവരയിട്ടെ, വഴക്കുണ്ടാതെ മാറിപ്പോയപ്പോൾ, കിണർ കുഴിച്ചപ്പം വഴക്കുണ്ടാക്കിയപ്പോൾ, അവൻ മാറിപ്പോയി കിണർ കുഴിച്ച് ദൈവം അവനെ വർദ്ധിപ്പിച്ചപ്പോൾ അവർ കണ്ട ഒരു കാര്യം, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടു. They said, we see plainly that the Lord has been with you. ഉയരെ നമ്മൾ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാറിയെന്നാൽ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും. നാളെ അവർ കാണും നിന്റെ കൂടെ ദൈവമുണ്ട്. തിരിഞ്ഞു നിന്നാ ദൈവം കാണിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യണം. വീണ്ടും അധികാലത്ത് എഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസ്ഹാക്ക് അവരെ അയാത്രയിച്ചോ. സമാധാനത്തോടെ പിരിഞ്ഞുപോയി. ആ ദിവസം ഇസ്ഹാക്ക് ദാസന്മാർ തങ്ങൾ കുഴിച്ച കിണറിന്റെ വസ്തു അവനെ അറിയിച്ചു. തങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അതിനവൻ ശിബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പട്ടണത്തിൽ നിന്ന് ഒരു ബേർശേബ എന്ന് പേർ. കണ്ടല്ലോ, ഒരു കിണർ കുഴിച്ചപ്പോൾ വഴക്കിൽ വന്നപ്പോൾ മാറിപ്പോയതുകൊണ്ട് ഇപ്പൊ എത്ര കിണറായി. അവർ കണ്ടു. ഒരു കാരണവശാലും വഴക്കുണ്ടാക്കല ആരോട്. നമുക്ക് ദേഷ്യമൊക്കെ വരും,
വഴക്കിന് പോയില്ലേ? മുപ്പത്തിനാല് ഏശാവ് 40 വയസ്സായപ്പോൾ ഹിത്തിനായി ബേരിയുടെ മകൻ യഹൂദത്തിനെയും ഹിത്തിനായ എലൂമിന്റെ മകൻ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗണിച്ചു. 35 അവർ ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായി. എന്നാൽ ഇസ്ഹാക്ക് റിബേക്കയെ കല്യാണം കഴിച്ചപ്പോൾ അമ്മയുടെ മരണ ദുഃഖം തീർന്നു. ഏശാവ് പോയിട്ട് he took 2 ladies as his wives. അതുകൊണ്ട് എന്തോ പറ്റി? And they made life bitter for Isaac and Rebecca. Parents' life becomes so bitter because of that marriage, son's marriage. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, വിവാഹം എന്ന വിശുദ്ധ കുദാശയിൽ ഒരുങ്ങുമ്പോൾ മനോവസനത്തിന് കാരണമായ പെണ്ണുങ്ങൾ വീട്ടിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. 2 പെൺകുട്ടികൾ വീട്ടിൽ കയറി വന്നത് മനോവസനം ഉണ്ടാക്കുക, ദൈവ ബന്ധങ്ങളെ തകർക്കുന്ന, പേരൻസുമായിട്ടുള്ള ബന്ധം തകർക്കുന്ന, മനോവസനം ഉണ്ടാക്കുന്നത് വീട്ടിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. മനോവസനത്തിന് കാരണം that made their life very bitter. 27 ഇസ്ഹാക്ക് വൃദ്ധനായി, കണ്ണു കാണുവാൻ മഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ ഏശാവിനെ വിളിച്ചു, ഞാൻ എൻ്റെ വൃദ്ധനായിരിക്കുന്ന എൻ്റെ മരണദിവസം അറിയുന്നില്ല, അതുകൊണ്ട് നീ രുചികരമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പ് തിന്നു നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞു. തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടത്, അതൊക്കെ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൻ്റെ അനുഗ്രഹം എങ്ങനെ? മകൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട് അനുഗ്രഹിക്കണം. എന്താ മനസ്സിലാക്കണ്ടേ? അപ്പനും ഒക്കെ പ്രായമാകുമ്പം കൊണ്ട് കൊടുത്തിട്ട് തിന്നിട്ട് അനുഗ്രഹിക്കുക, മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കണം. അപ്പൊ മനസ്സ് നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? വയറ് നിറയണം. വയറ് നിറഞ്ഞാലേ അപ്പൻ അനുഗ്രഹിക്കത്തുള്ളെന്ന് ഇസ്ഹാക്ക് പഠിപ്പിക്കുക. വയറും മനസ്സും ഒരുപോലെ നിറയണം. വയറ് നിറയുന്നത് ഭക്ഷണം കൊണ്ട് തന്നെയല്ല, സ്നേഹത്തിന്റെ വിളമ്പ് കൊണ്ടാണ്. പാക്കനാരെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പാക്കനാര് ഇഷ്ടംപോലെ ഈ കഴിക്കുന്നവനാണ്, ഭയങ്കര തിമ്മനാണ്. ഐതിഹ്യമാലയുടെ കഥയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു സംശയം. അങ്ങനെ പാക്കനാര് വന്നിട്ട് ചേട്ടത്തിയമ്മ വീട്ടിലുണ്ട്, ഇഷ്ടം പോലെ വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഇരുന്ന് എല്ലാം എടുത്തു കൊടുത്തു. പിന്നെയും പറഞ്ഞ് വിശക്കണം എന്നപ്പോൾ ഒരു കുട്ടകത്തിൽ ചോറ് വെച്ച് കൊടുത്തു, അതും പറഞ്ഞ് വിശക്കണം, കഴിച്ചു തീർത്തിട്ടു. ഏട്ടത്തിയമ്മയ്ക്ക് വഴക്കായി. ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞ് തൻ്റെ അനിയൻ വന്നിട്ട് മൊത്തത്തിൽ കുട്ടകം മൊത്തം നിന്നിട്ട് താണ്ട് പിന്നെയും വിശക്കെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എടുത്തിയമ്മയുടെ തുള്ളലും ചേട്ടൻ എല്ലാം കണ്ടപ്പം ചേട്ടൻ പതുക്കെ ചെന്നിട്ട് അനിയൻ പാക്കനോട് ചോദിച്ചു, എന്താടാ വിശക്കണം ചേട്ടാ. ശരി. ആ കുട്ടകത്തിന്റെ അറ്റത്ത് 2 പറ്റിരിപ്പുണ്ടായിരുന്നു. പറ്റിങ്ങനെ പഠിച്ചു നക്കി വാ വിളിക്കട അനിയാന്ന് പറഞ്ഞ് അനിയൻ വാ വിളിച്ചപ്പോൾ പതുക്കെ ഇത് വെച്ചു കൊടുത്തു. അനിയൻ കണ്ണു നിറഞ്ഞ് പറഞ്ഞു, നിറഞ്ഞു ചേട്ടാ, ഇപ്പം നിറഞ്ഞു. ഇസ്ഹാക്ക് പറയാ, എനിക്ക് തിന്നിട്ട് നിന്നെ അനുഗ്രഹിക്കണം. അപ്പൊ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹം കിട്ടണമെങ്കിൽ മനസ്സ് സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. കണ്ണിന് കണ്ട കാഴ്ചയുണ്ട്, അപ്പം തളർന്ന് കിടക്കുക. ചെന്നപ്പോൾ വയറൊക്കെ ഒട്ടിക്കിടക്കുന്ന ഞാനും അമ്മയുണ്ട്. അമ്മ ഇച്ചിരി നിറച്ച് ഭക്ഷണം എന്നൊക്കെ വേയിച്ചുണ്ടോ പോയി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ പറഞ്ഞ് നിറച്ച് കൊടുക്കണ്ട, എന്താ കാര്യം, ഞങ്ങള് വൈകിട്ട് ഇച്ചിരിയെ വല്ലതും കൊടുക്കത്തുള്ളൂ. കപ്പയും ചോറും ഒക്കെ ഇട്ടാൽ ഇത്തിരി കട്ടപ്പാന്നിനും തിന്നും. കപ്പയും ചോറും ഒക്കെ തിന്നാ പിന്നെ രാവിലെ വയറ്റിൽ നിന്ന് പോകും, കഴുകാൻ വലിയ പാടാ. മറ്റേയൊക്കെ ആകുമ്പോൾ ഇച്ചിരിയെ പോകത്തുള്ളൂ. അവസാനം വയറ്റിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പട്ടിണി കിട്ടവരെ എനിക്കറിയാം. പക്ഷെ ഇവിടെ ഒരപ്പം പറയുക, തിന്നിട്ട് അനുഗ്രഹിക്കണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പക്ഷെ അമ്മ ഇത് പാത്തിരുന്ന് കേട്ടു. അതെന്തായി? അത് പിന്നെ കുരിശായി. അങ്ങനെ ആ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. അപ്പം പിന്നെ ചേട്ടൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഇനിയും അവിടുന്ന് പോവുകയാണ്. അപ്പം 40-ാം വാക്യം, ഇപ്പൊ സംഭവം അറിയാലോ. പമ്പി ഇത് കഴിക്കുന്നു. ഇസ്ഹാക്ക്
ഏശാവ് വരുന്നതിന് മുമ്പ് തന്നെ യാക്കോബ് കൊണ്ട് കൊടുക്കുന്നു. യാക്കോബ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഏശാവ് വരുന്നു. ഏശാവ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പ എനിക്കൊരു അനുഗ്രഹം ഇല്ലേ? നിന്റെ മുമ്പിലെ വാസം പുഷ്ടി കൂടാതെ മീതെ ആകാശത്തിന് മഞ്ഞ് കൂടാതെ ഇരിക്കും. നിന്റെ വാളോട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരൻ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. അത് വലിയൊരു വാക്കാണേ. അതുവരെ നിന്റെ മേൽ അവൻ്റെ മുഖം കാണും. ആ മുഖം കുടഞ്ഞു കളയപ്പെടുന്നുണ്ട്. അവൻ ക്ഷമിച്ചപ്പോൾ അത് നമ്മൾ വരുമ്പോൾ കാണും. ഏശാവിൻ്റെ മേൽ യാക്കോബിൻ്റെ മുഖം വരും. പക്ഷെ ഒരു ദിവസം ഈ കെട്ടഴിയും. ആ കെട്ടെങ്ങനെ അഴിയുമെന്ന് നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ കാണാം. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. അതൊന്ന് അടിവരെ ഇട്ടേക്കണേ. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ, ഏശാവിനോട് അപ്പം പറയാം, നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഇത് നമ്മൾ സംഭവിക്കുന്നുണ്ട്. ഏശാവ് വലിയൊരു ജാതിയാകുന്നുണ്ട്, ഏദോമ്യർ. ദൈവം കൈവിടുന്നില്ല. അവൻ്റെ കെട്ട് മുഖം ഒഴിഞ്ഞു പോകുന്ന എപ്പോഴാണെന്ന് വരുന്ന അധ്യായങ്ങളിൽ കാണാം. അങ്ങനെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ഏശാവ് അവനെ ദൂഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. 42. മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്നു പക വീട്ടാൻ ഭാവിക്കുന്നു. അടിവരയിട്ടത് എന്താണ്? ശ്രദ്ധിക്കണം, ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് ഓർക്കണം. യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. കണ്ടോ? യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്. അപ്പൊ ഈ ഏശാവ് അനിയനെ അപ്പം മരിച്ചു കഴിയുമ്പോൾ, അപ്പം ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലാനൊക്കത്തില്ല, അത് തെറ്റാണെന്നുള്ള ബോധം ഏശാവിനുണ്ട്. അപ്പം മരിച്ചു കഴിയുമ്പോൾ ഞാൻ അനിയനെ കൊല്ലുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞത് റിബേക്ക അറിഞ്ഞു. കണ്ടോ? മക്കൾ ഹൃദയത്തിൽ പറഞ്ഞത് അമ്മയാണ്. ഇത് വലിയ കാര്യമാണ്. കൊച്ചുങ്ങളുടെ ഹൃദയത്തിൽ, നമ്മൾ നാട്ടിൽ പണ്ട പറയത്തില്ല, നീ മനസ്സിൽ കണ്ടത് ഞാൻ മാനത്തിൽ കണ്ടത് മരത്തെ കണ്ടത്, ഇങ്ങനെ പറച്ചിൽ പറയത്തില്ല. നീ മനസ്സിൽ കണ്ടപ്പോഴേ നമ്മളത് മരത്തെ കണ്ടെന്നൊക്കെ പറയുന്ന പോലെ കൊച്ചുങ്ങൾ ഹൃദയത്തിൽ കണ്ടത് പറഞ്ഞത് കേട്ടമ്മ. അപ്പം റിബേക്കയുടെ വലിയൊരു ക്വാളിഫിക്കേഷനാണ് കാണുന്നത്. കൊല്ലുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞു, വളരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ പറഞ്ഞു, റിബേക്ക അത് കേട്ടു. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണും. മക്കള് ഹൃദയത്തിൽ പറയുന്നത് അറിയാനുള്ള അതീന്ദ്രമായ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ദൈവമക്കള് പ്രാർത്ഥിക്കും. ഹൃദയത്തിൽ പറഞ്ഞു, അമ്മ അത് കേട്ടു. കേട്ടിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ ഭാവിക്കുന്നു, നീ ഓടിക്കോളാൻ പറഞ്ഞു. നിന്റെ സഹോദരന്റെ കോപം മാറുന്ന ദിവസം ഞാൻ ദൂതനെ അയക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് 44. നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്കാം. കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കുക. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കോളാം. ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതാകുന്ന എന്തിന്? ഞാൻ എന്തിനു ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അനന്തരം ഇസാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് ആജ്ഞാപിച്ചത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. കാരണം ഇത്തിരിയിൽ നിന്ന് ഏശാവ് ഭാര്യ എടുത്തത് ഇവർക്ക് മനോവസനമായി. ഇനി പോകുന്ന വഴിക്ക് വേറെ ഭാര്യമാർ എടുക്കരുത്. അതുകൊണ്ട് കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. നീ എന്നിട്ട് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രന്മാരെ നിനക്കൊരു ഭാര്യ എടുക്കുക. അവിടെ ഒരു പ്രത്യേക കാര്യം വെച്ചാൽ നിനക്ക് ഒരു ഭാര്യ എടുക്കുക. അടിവരായിട്ട് ഒരു ഭാര്യ എടുക്കുക. അപ്പൊ അപ്പൻ അറിയാമായിരുന്നു ഇവൻ 2 ഭാര്യമാരെ വല്ല എടുക്കുക, അതിന് ഒരു ഭാര്യ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടു. നീ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് 14 ഭാര്യ എടുക്കുവാൻ അവനെ അവിടേക്ക് അയച്ചു. കൊല്ലുമെന്ന് യാക്കോബ് പറഞ്ഞത് കൊണ്ട് ഏശാവ് പറഞ്ഞതാണ് കാരണമെങ്കിലും അവൻ പോത്തില്ല. ആര്? യാക്കോബ്. അതുകൊണ്ട് ഭാര്യ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പം വിളിച്ച് പറഞ്ഞ് അയച്ചു. അങ്ങനെ 16 ചെന്നു.
അപ്പൊ ഇതിനിടയ്ക്ക് വീണ്ടും സംഭവിച്ച യാക്കോബ് അപ്പനെ അമ്മയെ അനുസരിച്ച് പദ്ദൻഅരാമിലേക്ക് പോയത് ഏശാവ് അറിഞ്ഞപ്പോ കനാന്യ സ്ത്രീകളിൽ തന്റെ അപ്പനായ ഇസാഖിന് ഇഷ്ടമുള്ളത് കണ്ട് ഏശാവ് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന് പോയ ഇസ്മായിലിന്റെ മകളും തബായോത്തിന്റെ സൗകര്യമായ മംഗലത്തെ വിവാഹം ചെയ്തു. അപ്പൊ ഏശാവ് ഇപ്പൊ മൂന്നാമത്തെ കല്യാണം. പക്ഷെ അവന്റെ മുഖം പിന്നെ അഴിയുന്നുണ്ട്, നമുക്ക് ചിന്തിക്കാം. യാക്കോബ് ബർശേബിലേക്ക് പുറപ്പെട്ടു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അതൊന്ന് അടിവരയിട്ട് ഒരു സ്ഥലത്തെത്തി. ഏത് സ്ഥലത്തെത്തി? ഈ ചേട്ടനെ കളിപ്പിച്ച് ഓടിപ്പോവുകയാണ്. ഒരു സ്ഥലത്തെത്തി. എവിടെ എത്തിയത്? അവൻ പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചു ഒരു സ്ഥലത്തെത്തി. പിന്നെ യാക്കോബിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചെന്ന് കാണുന്നത് എവിടെന്നറിയാമോ? തിരിച്ചു വരുമ്പോഴാണ്. യാബോക്കിന്റെ കടവ് കടന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. യാബോക്കിന്റെ കടവ് കടന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ 32, 32ന്റെ 31 കൂടെ ഉണ്ടല്ലോ. 32ന്റെ 31. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. സൂര്യൻ അസ്തമിച്ചത് എവിടാ? 28ന്റെ 11 ദൈവത്തിൽ നിന്ന് ചേട്ടനെ കളിപ്പിച്ച് അകന്നു പോയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. യാബോക്ക് കടന്ന് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി പേര് മാറ്റി. കർത്താവോട് ചോദിച്ചു, നിന്റെ പേരെന്താ? യാക്കോബ് ഉപായി അല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്ന് പറഞ്ഞ് യാബോക്ക് കടന്ന് പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. അപ്പൊ ഇതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ സൂര്യനില്ലായിരുന്നു. എപ്പോഴും ഓർത്തണേ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സൂര്യൻ അസ്തമിക്കും. പിന്നെ അത് ഉദിക്കുന്നത് എപ്പോഴാ? പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴേ സൂര്യൻ ഉദിക്കുന്നത്. ആരാ സൂര്യൻ? സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ച ഉദയസൂര്യൻ, നീതിസൂര്യൻ. നീതിസൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തയാലൻ ഇരുൾ നിറം മാറിയിടുമേ. നീതിസൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തയാലൻ ഇരുൾ നിറം. കണ്ടോ? അപ്പൊ ഇരുള് മാറുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാ. ഇരുള് മാറുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. സൂര്യൻ ഉദിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തണം, ദൈവത്തിന്റെ സൂര്യന്റെ പ്രഭ അസ്തമിക്കുന്ന ഒരു കാര്യത്തിന് പോകരുത്. അവഗ്രേക്ക് നോക്കിയവർ പ്രകാശിതരായി. സൂര്യൻ അസ്തമിച്ചു. അപ്പൊ അവൻ കണ്ടു ഒരു ഗോവേണി മേപ്പോട്ടും താപ്പോട്ടും എല്ലാം പോകുന്നു. അപ്പൊ അവൻ നേർച്ച നേർന്നു. കണ്ടോ? യാക്കോബ് അധികാരത്ത് എഴുന്നേറ്റ് തലേണയാ വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. 18 വാക്യം. ബഥേൽ എന്ന് പേർ വിളിച്ചു. ആ സ്ഥലത്തിന്റെ പേര് ലൂസായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. എന്താ നേർച്ച നേർന്നേ? ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്ര എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് നൽകുകയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഇത് ഭയങ്കര ബിസിനസ്സാണ്. ഇതായിരുന്നു യാക്കോബിന്റെ പ്രശ്നം. എന്താ ബിസിനസ്? എന്തെല്ലാം ചെയ്യണം ദൈവം? എന്നെ കൂടെ ഇരിക്കണം, കാക്കണം, ആഹാരം തരണം, വസ്ത്രം തരണം. എന്നെ മടക്കി വരുത്തിയാൽ അങ്ങ് എനിക്ക് ദൈവമായിരിക്കും. അപ്പൊ വരുത്തിയില്ലെങ്കിലോ? ഈ ദൈവം എന്താ ദൈവം? പക്ഷേ ഇവിടെയാണ് നമ്മള് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ കാണുന്നത്. എന്റെ ദൈവത്തിന് വിടിവിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, വിടിവിച്ചാലും ഇല്ലെങ്കിലും. ഇവിടോ കൂടെ ഇരുന്നാൽ ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമാകും. ഇനി അടുത്തൊരു കാര്യം കൂടെ, ഞാൻ നേരത്തെ ദശാംശത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ പറയാം, ഇത്രയൊക്കെ ചെയ്താൽ ഞാൻ വേണം ദശാംശം തന്നെ. അപ്പൊ തന്നില്ലല്ലോ, തരത്തുമില്ല. ഏതാ? എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, എനിക്ക് ജോലി തരണം, എനിക്ക് വസ്തു തരണം, എല്ലാം തരണം. ചുമ്മാ വേണ്ട, തരുന്നതിന്റെ പത്രമൊന്നും തിരിച്ചു തന്നേക്കാം. ഇത് പറയുന്നവരോട് ചിലപ്പോഴൊക്കെ ചിലരുടെ ഡിമാൻഡ് എന്താണെന്നറിയാം? ദൈവേ എനിക്കൊരു 1000 രൂപ തരണം. തന്നാൽ വിഷമിക്കൊന്നും വേണ്ട, അടുത്ത മാസം 1-ാം തീയതി 100 രൂപ തിരിച്ചു തന്നേക്കാം.
1000 രൂപ എനിക്ക് കടം താ, 1-ാം തീയതി 100 രൂപ തിരിച്ചു തരാം, പലിശയല്ല, മുതല് 100 രൂപ. ആ ഒരു ബിസിനസ് മൈൻഡ് ആയിരുന്നു യാക്കോബിന്. ദൈവത്തിന് കൊടുക്കുന്ന പോലും ബിസിനസ്സാണ്. ഇത്രയൊക്കെ ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യും. പക്ഷെ ആ ബിസിനസ് ദൈവത്തിന് ഇഷ്ടമില്ല. ബിസിനസ് നടത്തിയത് എന്റെ ദൈവം എനിക്ക് പിടിവിക്കുമെന്ന് അറിയാം, വിടിവിച്ചാലും ഇല്ലെങ്കിലും. പൗലോസ് പറയുന്നു, ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരക്കോ കഷ്ടതയ്ക്കോ ആപത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഒന്നിനും എന്നെ തമ്പുരാന്റെ സ്നേഹത്തിന് മാറ്റാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു നേർച്ച തരണം. എനിക്കിത് ഭയങ്കര പേടിയത് പറയാം. നേർച്ച തരണം. കണ്ടോ, നേർച്ച. എന്താ നേർച്ച പറഞ്ഞേ? ഞാൻ ഇവിടെ എന്ത് ചെയ്തേക്കാം? ആലയം പണിയാം. അങ്ങനെയാണോ? ഈ തൂണായി നിർത്തിയ ബഥേലിൽ 22 ബഥേലിൽ ഞാൻ ദൈവത്തിന്റെ ആലയമാകും. ഈ കല്ല് ബഥേലിൽ. ഒന്ന് അടിവരയിട്ട്, ബഥേൽ എന്ന് ആര് നേർന്നു? യാക്കോബ് നേർന്നു. ഇനി കാലം മുമ്പോട്ട് പോയി, തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് കുറച്ച് അധ്യായമുണ്ട്, നമുക്ക് ചിന്തിച്ചുകൊണ്ട് തരണം. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കണം. 33-ാം അധ്യായം. 33-ാം അധ്യായം ഒന്ന് പേജ് തിരിച്ച്. 33-ാം അധ്യായം നിങ്ങളുടെ കൂടെ പറഞ്ഞേ. 33-ാം അധ്യായത്തില് ഇവര് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ബഥേലൊക്കെ കടന്നു വരുന്നു, കാലം മുമ്പോട്ട് പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് അധ്യായങ്ങൾ നമ്മൾ യാത്ര ചെയ്യും. പക്ഷെ അവിടെ ഒരു നേർച്ച തരും. ഈ നേർച്ച നേർന്നു, ബഥേലിൽ ഒരു കല്ല് നാട്ടി, ഇവിടെ ഞാൻ ആലയം പണിയും. എന്നാൽ 33 വന്നപ്പോൾ അതിന്റെ 33-ാം അധ്യായത്തിൽ ഇങ്ങനെ കടന്നു വരികയാണ്. അവർ 18 യാക്കോബ് പദ്ദൻആരാമിൽ വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു. താൻ കൂടാരം അടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹാമാരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അടുത്തത്, അവിടെ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. മനസ്സിലായല്ലോ? യാക്കോബ് തിരിച്ചു വരിക. എവിടെത്തി? ശേഖേമിലെത്തി. ശേഖേമിലെത്തിയപ്പോ നല്ല സ്ഥലം കണ്ടു. യാക്കോബ് സുക്കോത്തിന് യാത്ര കൊടുത്തെനിക്ക് ഒരു വീട് പണിത് കന്നുകാലി കൊഴുത്തുക കെട്ടിയാണ് സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേരിട്ടു. യാക്കോബ് ശേഖേമിലെത്തി. ശേഖേമിന്റെ അവിടെ നല്ല സ്ഥലം കണ്ടു. 100 വെള്ളിക്കാശിന് കുറെ സ്ഥലം മേടിച്ച് യാഗപീഠം പണിത് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. അവിടെ യാഗപീഠം പണിതു. എവിടെ? ശേഖേമിൽ. എനിക്ക് എവിടെ പണിയാമെന്ന പറഞ്ഞത്? തിരിച്ചു വരുമ്പോ ബഥേൽ. നേർന്നത് എവിടെ പണിയാവുന്ന? ബഥേലിൽ പണിയാവുന്ന. ബഥേലിന് വന്നപ്പോഴാണ് ബഥേലിനെക്കാട്ടി നല്ല സ്ഥലം കണ്ടു, ശേഖേം. അപ്പോ ഓർത്ത് പണിതാ പോരെ. ശേഖേമിലായത് ബഥേലിൽ എന്തായാലും ആലയം പണിയാന്നല്ലേ പറഞ്ഞോളൂ. ശേഖേമിൽ പണിതു. ഈ ശേഖേമിൽ പണിത് കൊണ്ട് എന്താ സംഭവിച്ചു? ശരിക്കും എവിടെ ആയിരുന്നു വരേണ്ടത്? ബഥേലിലായിരുന്നു വരേണ്ടത്. അതുകൊണ്ട് എന്തോ ചെയ്തു? ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി. സന്ധ്യയായപ്പോൾ പെണ്ണിറങ്ങിപ്പോയി. അന്നേരം ആ പെണ്ണോട് പറഞ്ഞ കൊച്ചെ ഒറ്റയ്ക്ക് പോലെ കറങ്ങാൻ പോലെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകരുത്, അതവിടെ പോയി കിടക്കരുതെന്നെല്ലാം പറഞ്ഞതാ. ഇവളിങ്ങനെ തത്തി തുത്തി പെണ്ണൊരു പൂക്ക് പോയി. അപ്പൊ എന്താ സംഭവിച്ചു? ശേഖേമിലെ പ്രഭുവിന്റെ മോൻ വന്നിട്ട് അവളെ പിഴപ്പിച്ചത് കൊണ്ട് എന്തുണ്ടായി? ഒറ്റ മോളെ പിഴപ്പിച്ചത് എന്തുണ്ടായി? ലേവിയും യഹൂദയും കൂടി അവിടെയുള്ള ആമ്പിള്ളേരെ എല്ലാം കൊന്നു. അതുകൊണ്ട് എന്തോ പറ്റി? അപ്പൻ അവരെ ശപിച്ചു. ഇതെല്ലാം ഉണ്ടായത് എവിടെ വെച്ചാ? ശേഖേമി വെച്ച. അപ്പോൾ അനന്തരം 35-ാം തീയതി നോക്കിയേ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. 35 കണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ബഥേലിൽ പാർത്തു 35-ൽ ബഥേലിൽ വന്നു. ഉൽപ്പത്തി 28-ൽ ബഥേലിൽ ആലയം പണിയുമെന്ന് നേർന്നു. 33 വന്നപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു. അവിടെ എന്ത് ചെയ്തു? സ്ഥലം മേടിച്ച് യാഗപീഠം പണിതു. എവിടെ പണിയണമായിരുന്നു? ബഥേലിൽ. 35 ബഥേലിൽ ചെന്നു. നേർന്നത് ബഥേലിൽ പണിയാവുന്ന, പണിതത് ശേഖേമിലല്ലാതെ ബഥേലിൽ പണിതിരുന്നെങ്കിൽ ചോദ്യം 34-ാം അധ്യായം കാണുമായിരുന്നോ വേദപുസ്തകത്തിൽ? ചിന്തിക്കാം.
34 അധ്യായം കാണുമായിരുന്നോ? 34 അധ്യായം നല്ല കാര്യമാണോ? പിള്ളേരെ ഇരുത്തിക്കൊണ്ട് വായിക്കാൻ കൊള്ളാമോ? ഒറ്റ പെണ്ണുണ്ടായിരുന്നു, പഴിച്ചുപോയി. പഴപ്പിച്ചതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെട്ടിക്കൊന്നു. ചതി. അതുകൊണ്ടാണ് 50 അധ്യായത്തിൽ അപ്പൻ അവരെ ശപിക്കുന്നു. എന്മനമേ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്. സാഹസത്തിന്റെ മക്കൾ, ശപിക്കപ്പെട്ട മക്കൾ. പിന്നെ ലേവിയുടെ മേലുള്ള ശാപം മാറുന്ന എപ്പോഴും അറിയാമോ? യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ലേവിയും കൂട്ടരും ചാടി ഇന്നത് കൊണ്ടാണ് ലേവിയുടെ ശാപം മാറുന്നത്. ഈ നേർച്ച നേർന്നിരുന്നെങ്കിൽ 34 അധ്യായം കാണത്തില്ലായിരുന്നു. പക്ഷേ നേർന്നത് നിവർത്തിക്കഴിഞ്ഞത് കൊണ്ടാണ് 34 ഉണ്ടായത്. വേദപുസ്തകത്തിൽ 34 വേണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ഓർത്തു പോകും. സത്യമല്ലേ? ദീന എന്ന് പറഞ്ഞ കൊച്ചു നഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടമാണ്, ദൈവത്തിന് ഇഷ്ടമാണ്. അല്ല, പക്ഷെ അപ്പൻ എന്ത് ചെയ്തു? നേർന്നത് നിവർത്തിച്ചില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് നേരാന്തെടുക്കപ്പെടരുത്, നേർന്നാൽ നിവർത്തിക്കണം. നിവർത്തിക്കാഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ അർത്ഥം നാളെ പോയി മണക്കാട് പള്ളി പണ്ടങ്ങാണ്ട് കോഴി നേർന്നിരുന്നു ഇപ്പൊ ചേർന്നേക്കാന്ന് പറയുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ആവശ്യമില്ലാത്ത നേർച്ചകളുടെ കാര്യമല്ല. ദൈവം അറിവില്ലായ്മയുടെ കാര്യങ്ങളെ ഓർക്കുന്നില്ല. എന്നാൽ അറിവോടെ കർത്താവെ ഞാൻ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്തേക്കാം, ഞാൻ ഇന്നത് ചെയ്തേക്കാം, ദൈവസന്ധി നേർന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിവർത്തീകരിക്കണം. പഠിപ്പിച്ചു. ഏത്? ഈ അനുഭവം. 35 വീണ്ടും ബദരിപ്പോയി. വല്ല കാര്യമുണ്ടോ? 34 സംഭവം ഉണ്ടായില്ലേ? ദൈവമേ, നേർന്നില്ലെങ്കിലും കുഴപ്പമില്ല, നേർന്നാൽ നിവർത്തിക്കണം. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് ഇത് സംഭവിക്കുകയാണെങ്കിൽ ഒരു കൺവെൻഷൻ നടത്തിയേക്കാം, അത് ചെയ്തേക്കാം, ഇത് ചെയ്തേക്കാം എന്ന് പറയാൻ എളുപ്പമാണ്. പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്. നേർന്നാൽ നിവർത്തീകരിക്കണം. തെളിയിച്ചു. ആര്? ബഥേൽ, ശെഖേം. 34 അധ്യായം ഇല്ലാതാകുമായിരുന്നു. ആ പറയുന്ന വേദോത്സവത്തിൽ ഒരു അധ്യായം ഇല്ലാതാകുമായിരുന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. നേർന്ന് നിവർത്തിച്ചിരുന്നെങ്കിൽ അത് കാണത്തില്ലായിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി എഴുതി വെച്ചിരിക്കുക? നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് ദൃഷ്ടാന്തത്തിന്, നമുക്ക് ബുദ്ധി ഉപദേശത്തിന്. നേർന്നാൽ നിവർത്തീകരിക്കണം. പഠിപ്പിച്ചു. ആര്? യാക്കോബ്. ആര്? യാക്കോബ്. അപ്പൊ നമുക്ക് ഇവിടം കൊണ്ട് ഇന്നത്തെ ചിന്തകള് അവസാനിപ്പിക്കാം. 12 ഇവരുമായിട്ട് ഓർക്കുകയാണ്. നേർന്നാൽ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചേ? നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങളിൽ പ്രധാനം മനോവസനത്തിന് കാരണമായ പെൺകുട്ടികൾ. 2, അപ്പം കഴിച്ചിട്ട് അനുഗ്രഹിച്ചു. 3, അപ്പൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോവുക. 4, അസൂയ. നമ്മൾ ആദ്യം കണ്ട കാര്യങ്ങളാണ്. 5, ശണ്ടയുടെ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് എന്ത് വന്നു? രഹബോത്ത്. അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദൈവം വന്ന് അവര് തന്നെ വന്ന് പറഞ്ഞു. ആര്? അബിമേലെക്ക് ആളയച്ചു, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു സ്പഷ്ടം. ശണ്ട ഇട്ടിരുന്നെങ്കിലോ? പറ. ശണ്ട ഇട്ടിരുന്നെങ്കിലോ? കാണും. വഴക്കുണ്ടാക്കരുത്, മാറിപ്പോണം. എന്ത് വരും? രഹബോത്ത് വരും. നേർന്നാൽ നിവർത്തിക്കണം. ഇല്ലെങ്കിൽ എന്ത് വരും? ശേഖേം വരും. 34 അധ്യായം വരും. വരാതിരിക്കട്ടെ. ആർക്കും വരില്ലേ? 34 അധ്യായം ആർക്കും ഉണ്ടാകല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വെങ്കച്ചോളത് പോകില്ല കർത്താവ്. 34 അധ്യായം ആർക്കും വേണ്ട. അത് സംഭവിക്കാതിരിക്കട്ടെ. യാക്കോബേ, ഒഴിവാക്കാമായിരുന്നില്ലേ? ബഥേലിൽ പോയി പണിതിരുന്നെങ്കിൽ. നേർന്നാൽ നിവർത്തിക്കണം. നേർന്നാൽ നിവർത്തിക്കണം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നേർന്നാൽ നിവർത്തിക്കാനുള്ള കൃപ തരണം. ശണ്ടയിടുമ്പോൾ മാറിപ്പോകാനുള്ള കൃപ തരണം. അപ്പൊ ദൈവമേ, ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടെന്ന് കാണും. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹബോത്ത് വരും. രഹബോത്ത് വെളിപ്പെടാൻ പലപ്പോഴും മാറി പോണമല്ലോ.
ചണ്ടയിടാതെ മാറി നടക്കണമല്ലോ. അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ എല്ലാം അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് 34 അധ്യായം വേണ്ട കർത്താവേ. ഞങ്ങളുടെ വീട്ടിൽ വേണ്ട, ഞങ്ങളുടെ കുടുംബത്തിൽ വേണ്ട, ഞങ്ങളുടെ സഭയിൽ വേണ്ട. അതിന് ഞങ്ങൾ കാരണക്കാരായി നേർന്നതെല്ലാം നിവർത്തിക്കാനുള്ള, ഞങ്ങളൊക്കെ നേർന്നിട്ടുള്ളതെല്ലാം ഓർമ്മ വരണേ. അതിനുള്ള കൃപ തരണമേ യേശു നാമത്തിൽ തന്നെ. ആമേൻ. പൊന്നു പ്രിയരെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേർന്നിട്ടുണ്ടോ? ദൈവമേ ഞാൻ ഇന്ന ചെയ്തേക്കാം, അതൊക്കെ ദൈവം ഓർമ്മ ഇപ്പോൾ ഓർപ്പിക്കുകയാണെങ്കിൽ എത്രയും അടുത്ത നിമിഷങ്ങളിൽ ആവോളം അതൊക്കെ നിവർത്തിയിരിക്കുക. നേർന്നാൽ നിവർത്തിക്കും. ഇല്ലെങ്കിൽ ഒരു അപകടം കാണുന്നു. 34 അധ്യായത്തിൽ 35 ബദലിൽ പോയി പറഞ്ഞു നിർത്തിച്ചു, സ്ഥലത്ത് നിവർത്തിച്ചില്ല. അതുപോലും അത്ര ഗൗരവമായി കണ്ടോ? അതുകൊണ്ട് നേരാണ്ടെടുക്കപ്പെട്ടാൽ അത് അപകടം, നേർന്നാൽ നിവർത്തിക്കണം. അത് അനുഗ്രഹം. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം. 34 അധ്യായം വരെ ആയില്ല നമ്മളിപ്പോൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, പെനിയേല് അവിടെ വന്നപ്പോൾ പടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ദീർഘാധ്യായങ്ങളിൽ സൂര്യനില്ലായിരുന്നു. ദൈവഹിതത്തിൽ നിന്ന് വിട്ട് യാത്ര ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കും. ദൈവഹിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പെനിയേൽ ഉദിക്കും, സൂര്യൻ ഉദിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.